Hi students, നമ്മുടെ നെക്സ്റ്റ് പോർഷനിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് പാർട്ട് 7 ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സസിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് ദാറ്റ് ഈസ് അബൌട്ട് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് വരികയാണ് COF63- എന്ന് പറയുന്നൊരു കോംപ്ലക്സ്. ഓക്കെ, കൊബാൾട്ട് ഈ പറഞ്ഞ പോലെ ഫ്ലൂറിഡോ ലിഗാൻസ് 6 ഉണ്ട്, 3- എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ്. അപ്പൊ ഈ കോംപ്ലക്സിന്റെ കേസിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ആ കോംപ്ലക്സിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് കൊബാൾട്ട് എന്ന് പറയുന്നതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കണം. നമുക്കറിയാം ഇവിടെ ഫ്ലൂറിൻ -1 ആണ്, അപ്പോൾ -6. ആ -6ൽ -3 ചാർജ് പുറത്തുണ്ട് അല്ലെ. -3 ചാർജ് പുറത്തുണ്ടെങ്കിൽ കൊബാൾട്ട് എന്തായിരിക്കും വരിക? 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും വരിക. കൊബാൾട്ട് 2+ എന്ന് പറയുന്നത് D7 സിസ്റ്റം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊബാൾട്ട് 3+ എന്ന് പറയുന്നതായിരിക്കും വരിക, ദാറ്റ് ഈസ് വാട്ട് യു കോൾ D6 സിസ്റ്റം ആയിരിക്കും വരിക. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ഫ്ലൂറിൻ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ അതോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ? നമുക്കറിയാം NH3 CO അല്ലെങ്കിൽ CN പോലെയുള്ള ലിഗാൻഡുകളെയാണ് നമ്മൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് വിളിക്കുക. സോ ഫ്ലൂറിൻ ഈസ് വാട്ട് യു കോൾ എന്താണ്? ഇതൊരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇനി നോക്കേണ്ടത് ഇതൊരു ഒക്ടാഹിഡ്രൽ ആണോ ടെട്രാഹിഡ്രൽ ആണോ സ്പ്ലിറ്റിംഗ് വരിക. നമുക്കറിയാം ഇത് 6 കോർഡിനേഷൻ നമ്പർ ഉള്ള ഒരു കോംപ്ലക്സ് ആണ്. അപ്പൊ കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ദിസ് ഇസ് വാട്ട് യു കോൾ എന്തായിരിക്കും? ഒരു ഒക്ടാഹിഡ്രൽ ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് D6 കോൺഫിഗറേഷൻ ഇൻ ഒക്ടാഹിഡ്രൽ ആണ് വരിക. ഒക്ടാഹിഡ്രൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന T2G ഓർബിറ്റൽസ് ലോവർ എനർജി സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നു, EG ഓർബിറ്റൽസ് എന്ത് ചെയ്യപ്പെടുന്നു? ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നു, ഹയർ എനർജി. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഇനി വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡെൽറ്റ O വാല്യൂ എന്ന് പറയുന്ന ഒക്ടാഹിഡ്രൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് കുറവായിരിക്കും ദാൻ ദാറ്റ് ഓഫ് പെയറിംഗ് എനർജി. ഇതല്ലേ വരിക? ഡെൽറ്റ O ലെസ് ദാൻ P അല്ലേ വരിക? അപ്പോ ഡെൽറ്റ O ലെസ് ദാൻ P ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോൺസിന് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? പെയർ ചെയ്യണം അല്ലെ. അപ്പോ ഇവിടെ സ്വാഭാവികമായിട്ടും ഡെൽറ്റ O ലെസ് ദാൻ P ആണെന്നുണ്ടെങ്കിൽ പെയറിംഗ് അല്ല, എക്സൈറ്റേഷൻ ഉണ്ടാണ്. നമ്മൾ ആദ്യം ഒരു ഇലക്ട്രോൺ, ഫസ്റ്റ് ഇലക്ട്രോൺ ആ ഇലക്ട്രോണിന് കൊടുക്കുക ഫസ്റ്റ്, ദെൻ സെക്കൻഡ് ഇലക്ട്രോൺ ഇവിടെ കൊടുക്കുന്നു 2, ദെൻ മൂന്നാമത്തെ ഇലക്ട്രോൺ ഇവിടെ കൊടുക്കുന്നു. ഇനി 4ാമത്തെ ഇലക്ട്രോൺ എവിടെയാണ് ചെയ്യേണ്ടത്? എക്സൈറ്റഡ് ലെവലിലേക്കാണ്, അതായത് T2EG ലെവലിലേക്കാണ് നമ്മൾ 4ാമത്തെ ഇലക്ട്രോണിനെ പ്ലേസ് ചെയ്യേണ്ടത്. ആൻഡ് ദിസ് ദ 5th ഇലക്ട്രോൺ. ഇനി 6ാമത്തെ ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ ഇവിടെയല്ല, താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? പെയർ ചെയ്യുന്നു. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് അനുസരിച്ച് ഈ ഒരു കോംപ്ലക്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് വാട്ട് യു കോൾ T2G ഓർബിറ്റലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1, 2, 3, 4 ഇലക്ട്രോൺ. അപ്പൊ T2G 4 ആൻഡ് EG 2 എന്നുള്ളതാണ് എന്ത് വരിക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഓക്കെ, ആൻഡ് നമുക്ക് പറയാൻ പറ്റും ഇവിടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് ദിസ് ഇസ് വാട്ട് യു കോൾ എന്താണെന്ന്? അതൊരു ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഉപയോഗിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്രയാണ് എന്നുള്ളത്. ഒരു കോംപ്ലക്സിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, സ്പിൻ ഉള്ള മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, ദിസ് ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ n×n+2 അത്രയും ബോർ മാഗ്നറ്റോൺ എന്നുള്ളതായിരിക്കും എന്ത് വരിക? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് വരിക, where n is the number of unpaired electron. ഈ ഒരു കോംപ്ലക്സിന്റെ കേസിൽ ഇത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ആണ്, ഇതൊരു അൺപെയർഡ് ഇലക്ട്രോൺ ആണ്, ഇതൊരു അൺപെയർഡ് ഇലക്ട്രോൺ ആണ്, ആൻഡ് ദിസ് ഇസ് ഓൾസോ an unpaired electron. അപ്പൊ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 4. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ക്വാണ്ടിറ്റേറ്റീവ്ലി മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്രയായിരിക്കും വരിക? 4 × 4+2 6 എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ √24 എന്ന് പറയുന്നതാണ്, അത്രയും ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നതാണ് എന്ത് വരിക? ഇതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് വരിക. ആൻഡ് √25 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പൊ √24 എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 5.9 ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ ഒരു കോംപ്ലക്സിന്റെ പ്രോപ്പർട്ടീസ് എന്തുപയോഗിച്ച്? ഈ പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് കൂടി പോവാം. സോ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു കോംപ്ലക്സ് എന്ന് വിചാരിക്കുക. അതായത് സേ ഫോർ എക്സാമ്പിൾ C4NH3 6 × 3+. ഇവിടെയും നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നോക്കിയും അതായത് NH3 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അപ്പൊ എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും അല്ലെ.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയും കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കൊബാൾട്ട് 3+ എന്ന് പറയുന്നതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ D6 കോൺഫിഗറേഷൻ ആണ്. ഇനി ഇവിടെ നോക്കേണ്ട കാര്യം ഇത് അമോണിയ വരുന്ന ലിഗാൻഡ് ആയിട്ട് വരുന്ന ഒരു കോംപ്ലക്സ് ആണ്. അപ്പൊ അമോണിയ ലിഗാൻഡ് ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം NH3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ ദിസ് ഇസ് എ സ്ട്രോങ് ഫീൽഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നേരത്തെ ഇത്രയും മാത്രമായിരുന്നു ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടായിരുന്നത് അല്ലെ. ഇപ്പോ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ O എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എന്താണ്, പെയറിംഗ് എനർജിയാണ്, വലിയ വാല്യൂ ആണ്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, പെയറിംഗിനേക്കാളും കൂടുതൽ എക്സൈറ്റേഷനേക്കാളും കൂടുതൽ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ 6 ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും T2G ഓർബിറ്റൽസ് താഴെയും EG ഓർബിറ്റൽസ് മുകളിലുമാണുള്ളത്. ഈ 6 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇവിടെ പെയർ ചെയ്യപ്പെടുന്നത്. അതായത് 1 2 3 4 5 6 ബിക്കോസ് 4ാമത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകുന്നതിനേക്കാളും അവിടെ പെയർ ചെയ്യാനാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും വരിക, ദാറ്റ് ഈസ് T2G6 EG0 എന്നുള്ളതാണ് എന്ത് വരിക, വി കോൾ ഇറ്റ് ആസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ആൻഡ് ഒബ്വിയസ്ലി ഇവിടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി കുറവാണ്, അല്ലെങ്കിൽ പെയറിംഗ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും വാട്ട് യു കോൾ എന്താണെന്ന്, ഒരു ലോ സ്പിൻ കോംപ്ലക്സ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മ്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇസ് ദർ എനി അൺപെയർഡ് ഇലക്ട്രോൺ, നോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ n വാല്യൂ 0 ആയതുകൊണ്ട് √n × n+2 എന്ന് പറയുന്നത് n 0 ആയതുകൊണ്ട് എത്ര വരും, 0 എന്ന് വരും. വിച്ച് മീൻസ് ഈ കോംപ്ലക്സ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും, ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ് ആണ് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു കോംപ്ലക്സിന്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുക, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ക്ലിയർ? ഓക്കെ ആണോ? ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഇനി ഇതില് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമാണ് ഈ ക്രിസ്റ്റൽ ഫീൽഡില് ലിഗാൻഡുകളുടെ സ്പ്ലിറ്റിംഗ് അനുസരിച്ച് എത്രമാത്രം സ്പ്ലിറ്റിംഗ് അതിന് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇതനുസരിച്ചിട്ട് നമ്മൾ ലിഗാൻഡുകളെ അറേഞ്ച് ചെയ്യാറുണ്ട്. അവയുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിന്റെ വാല്യൂവിന്റെ ബേസിസിൽ ലിഗാൻഡുകൾ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. സോ ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞു വെക്കുക. അതായത് ഇറ്റ് ഈസ് അറേഞ്ച്മെന്റ് ഓഫ് ligands on the basis of their spectrochemical value or crystal field splitting energy ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെൽറ്റ ഓയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവയെ അറേഞ്ച് ചെയ്യുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് CN NO2 EN അമോണിയ പിരിഡീൻ EDTA SCN ഇങ്ങനെയുള്ള ലിഗാൻഡുകൾ, അതായത് വാട്ടറിനേക്കാളും ക്രിസ്റ്റൽ ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലുള്ള ലിഗാൻഡുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, വി കോൾ ഇറ്റ് ആസ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയും. എന്നാൽ OH - SCN - ക്ലോറിൻ ബ്രോമിൻ അങ്ങനെ സ്മോൾ ഡെൽറ്റ വാല്യൂ ഉള്ള ലിഗാൻഡുകൾ നമ്മൾ എന്ത് പറഞ്ഞു വെക്കും, വി കോൾ ഇറ്റ് ആസ് വീക്ക് ഫീൽഡ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞു വെക്കും. അപ്പൊ അങ്ങനെ നമ്മൾ സ്ട്രോങ് ഫീൽഡ് ആൻഡ് വീക്ക് ഫീൽഡ് ലിഗാൻഡുകളുടെ ഓർഡർ അനുസരിച്ചിട്ട് അവയുടെ വാല്യൂസിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ അറേഞ്ച് ചെയ്യാറുണ്ട്. സോ വാട്ടറിനേക്കാളും ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലുള്ളതാണെന്ത്, ഈ പറഞ്ഞതുപോലെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. വാട്ടറിനേക്കാളും ഫീൽഡ് സ്ട്രെങ്ത് കുറവുള്ളതാണെന്ത്, ഈ പറഞ്ഞതുപോലെ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. സോ ഈ ഒരു അറേഞ്ച്മെന്റിനെ ആണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, വി കോൾ ഇറ്റ് ആ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞു വെക്കുക. ഈ അറേഞ്ച്മെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ പെയറിംഗ് നടക്കണമോ അതോ എക്സൈറ്റേഷൻ ഉണ്ടാകണമോ, ഡെൽറ്റ O ആണോ കൂടുതൽ അതോ ഡെൽറ്റ O ആണോ ലെസ് എന്നുള്ള വാല്യൂവിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, കോംപ്ലക്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുക, കോംപ്ലക്സുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈസ് ദാറ്റ് ക്ലിയർ? ഇനി നമ്മൾ ഇതുപോലെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ CFSE എന്നൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു വെക്കാറുണ്ട്. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസിംഗ് എനർജി അല്ലെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സുകളുടെ കേസിൽ നമ്മൾ ഈ പറയുന്നത് പോലെ T2G ആൻഡ് EG എന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. T2G ഓർബിറ്റൽസ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നു, EG ഓർബിറ്റൽസ് ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നു. ഈ T2G ആൻഡ് EG ഓർബിറ്റൽസ് എത്രമാത്രം ഡീസ്റ്റെബിലൈസേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിന്റെ കേസിൽ EG ഓർബിറ്റൽസിന് ഉണ്ടാകുന്ന ഡീസ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് 0.6
ഡെൽറ്റ ഒ ആണ്. അതായത് ദാ ഈ കാണുന്ന വാല്യൂ ആണ്, ടോട്ടൽ വാല്യൂ ആണ് ഡെൽറ്റ ഒ എന്നുണ്ടെങ്കിൽ, ദാ ഇത്രയുമാണ് ഡെൽറ്റ ഒ എന്നുണ്ടെങ്കിൽ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു പോയിന്റിൽ നിന്ന്, ദാറ്റ് ഈസ് ഈ പറയുന്ന ഒരു ആവറേജ് വാല്യൂവിൽ നിന്ന്, അതായത് ഇനിഷ്യൽ വാല്യൂവിൽ നിന്ന് EG ഓർബിറ്റൽസ് ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നത് 0.6 ഡെൽറ്റ ഒ ആണ്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് കോൾ എത്രയാണ് നമ്മൾ പറഞ്ഞു വെക്കും, ദാറ്റ് ഈസ് 3/5 ഡെൽറ്റ ഒ ആണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. അതുപോലെ T2G ഓർബിറ്റൽസ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നത് എത്രമാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2/5 ഡെൽറ്റ ഒ ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് കോൾ 0.4 ഡെൽറ്റ ഒ ആണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ക്ലിയർ? ഇനി സേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക സേ T2G6EG0 എന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു കോൺഫിഗറേഷനിൽ നമ്മൾ എങ്ങനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഓരോ ഇലക്ട്രോണും T2G ഓർബിറ്റലിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് 2/5 ഡെൽറ്റ ഒ അല്ലെങ്കിൽ 0.4 ഡെൽറ്റ ഒ ആണ്. അപ്പൊ ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ട്, നമ്മൾ പറയും 6 × 0.4 ഡെൽറ്റ ഒ എന്ന് പറയുന്നതാണ് എന്ത് വരിക, അതിന്റെ സ്റ്റെബിലൈസേഷൻ വരിക. പ്ലസ് ഇവിടെ EG ഓർബിറ്റൽസിൽ ഉണ്ടാകുന്ന ഡീസ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്, ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട്. സോ 0 × എന്ത് വരും, ദാറ്റ് ഈസ് വാട്ട് കോൾ ഇവിടെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ, സോറി ഡീസ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ മൈനസ് വരും, സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് വരും. അപ്പോ ദാറ്റ് ഈസ് ഹിയർ നമുക്ക് പറയാൻ പറ്റും എത്രയാണ്, അല്ല സോറി സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ മൈനസ് വരും, ഡീസ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ പ്ലസ് വരും. അപ്പൊ ഇവിടെ എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × ദാറ്റ് ഈസ് വാട്ട് കോൾ -0.4 ഡെൽറ്റ ഒ എന്നുള്ളതാണ്. പ്ലസ് 0 × നമ്മൾ പറയുമ്പോൾ എത്രയാണ്, ദാറ്റ് ഈസ് +0.6 ഡെൽറ്റ ഒ എന്നുള്ളതാണ്. ക്ലിയർ? ഇനി നമുക്കറിയാം T2Gയിൽ ഈ പറഞ്ഞതുപോലെ 6 ഇലക്ട്രോൺസ് വന്നാൽ അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും വരിക, T2G ആൻഡ് EG. ഇവിടെ 6 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയല്ലേ 6 ഇലക്ട്രോൺസ് വരിക. എന്ന് വെച്ചാൽ പെയറിംഗ് എനർജി P ആണെങ്കിൽ, ഒരു ഇലക്ട്രോണിനെ പെയർ ചെയ്യാനുള്ള എനർജി P ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഇലക്ട്രോൺ പെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് വാട്ട് ഈക്വൽ എത്രയാണ്, 3P എന്ന് കൂടി വരും. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഓർ സ്റ്റെബിലൈസിംഗ് എനർജി എന്ന് പറയാം. അതായത് നമുക്ക് പറയാൻ പറ്റും CFSC എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് -2.4 അല്ലെ ഡെൽറ്റ ഒ പ്ലസ് 3P എന്ന് പറയുന്നതാണ് എന്ത് വരിക, ഇവിടുത്തെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസിംഗ് എനർജി വരിക. ക്ലിയർ? ഇനി നമ്മളൊരു D10 സിസ്റ്റം ആയിരുന്നു എന്ന് വിചാരിക്കുക, D10 സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ D10 സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഈ CFSC എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, D10 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം സ്ട്രോങ് ഫീൽഡോ വീക്ക് ഫീൽഡോ ഏതും ആയിക്കോട്ടെ, ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും വരിക, 1 2 3 4 5 6 7 8 9 10 ഇതല്ലേ വരിക. അതായത് T2Gയിൽ എത്രയുണ്ടാവും, 6 ഇലക്ട്രോൺസ്, EGയിൽ എത്രയുണ്ടാവും, 4 ഇലക്ട്രോൺസ്. ദിസ് ഇസ് വാട്ട് വി കോൾ D10 സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു വെക്കുക. ഇവിടെ D10 സിസ്റ്റം ആണെങ്കിൽ നമ്മൾ CFSC കാൽക്കുലേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ പറയുന്നത് പോലെ താഴേക്കുള്ള എനർജി എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -0.4 ഡെൽറ്റ ഒ എന്നുള്ളതാണ്. ദിസ് ഇസ് വാട്ട് വി കോൾ +0.6 ഡെൽറ്റ ഒ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ CFSC കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 6 ഇലക്ട്രോൺസ് ഈ താഴെയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും, 6 × -0.4 ഡെൽറ്റ ഒ പ്ലസ് ഇവിടെ 4 ഇലക്ട്രോൺസ് എവിടെയുണ്ട്, ഈ പറഞ്ഞതുപോലെ EG ഓർബിറ്റലിലുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു +4 × +0.6 ഡെൽറ്റ ഒ എന്ന് പറയുന്നതിൽ CFSC വരിക അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എത്രയായിരിക്കും വരിക പറഞ്ഞേ, ദാറ്റ് ഈസ് 6 4 24 എന്ന് പറയുമ്പോൾ -2.4 ഡെൽറ്റ ഒ പ്ലസ് 2.4 ഡെൽറ്റ ഒ എന്ന് വരും. ദാറ്റ് ഈസ് CFSC എത്രയായിരിക്കും വരിക, 0 ആണ് വരിക. അപ്പോ D10 സിസ്റ്റത്തിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, CFSC എന്ന് പറയുന്നത് 0 ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോംപ്ലക്സിന്റെ കേസിൽ നമ്മൾ CFSC ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ?
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുക. ഒരു കാര്യം കൂടി ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുമായിട്ട് അറിയണം, ദാറ്റ് ഈസ് വാട്ട് യു കോൾ സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സിന്റെ കേസിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് പാറ്റേൺ. നിങ്ങൾക്ക് ഈ പാറ്റേൺ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്കറിയാം സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേ ഇപ്പൊ ഒരു ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൽ നിന്ന് നമ്മൾ ഈ ആക്സിസിലുള്ള രണ്ട് ലിഗാൻഡുകളെ എടുത്തു മാറ്റിയാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് സ്ക്വയർ പ്ലെയിനാർ എന്ന് പറഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ ലിഗാൻഡുകൾ എന്തില്ല, ഈ പറയുന്ന രണ്ട് ആക്സിസിൽ കൂടി ലിഗാൻഡുകളില്ല, ബാക്കി ഉള്ള 4 കോർഡിനേഷൻ സൈറ്റുകളിൽ കൂടി മാത്രമേ ലിഗാൻഡ് ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സിന്റെ കേസിൽ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുക XY പ്ലെയിനിൽ കൂടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. അപ്പോൾ XY പ്ലെയിനില് ഇലക്ട്രോൺസിനെ കാണാൻ സാധ്യതയുള്ള ഓർബിറ്റൽസിന്റെ എനർജി കൂടും, ബാക്കിയുള്ള ഓർബിറ്റൽസിന്റെ എനർജി എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഒക്ടാഹിഡ്രൽ കേസിൽ നമുക്കറിയാം EG ഓർബിറ്റൽസിന്റെ എനർജി ഡീസ്റ്റെബിലൈസേഷനും T2G ഓർബിറ്റൽസ് സ്റ്റെബിലൈസേഷനുമാണ് ഉണ്ടാവുക. അത് സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ EG ഓർബിറ്റൽസിൽ തന്നെ XY പ്ലെയിനിലെ ഇലക്ട്രോണിനെ കാണുന്ന dx² - y² എന്ന് പറയുന്ന ഓർബിറ്റലിന്റെ എനർജി എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഫൈൻ. ഓർബിറ്റൽ എനർജി കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടും. ആൻഡ് dz² എന്ന് പറയുന്നത് നമുക്കറിയാം അത് XY പ്ലെയിനിലല്ല, XY പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് Z ആക്സിസിലാണ് ഇലക്ട്രോൺ ഉണ്ടാവുക. XY പ്ലെയിനിൽ ഒരു ചെറിയ കോളർ മാത്രമാണ് ഉണ്ടാവുക. സോ അതിന്റെ എനർജി എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ക്ലിയർ? ഇപ്പോ EG ഓർബിറ്റല് അല്ലെങ്കിൽ EG ഓർബിറ്റൽസ് സ്ക്വയർ പ്ലെയിനാറിലേക്ക് വരുമ്പോൾ എന്താണ്, dx² - y² dz² സ്വിച്ച് ചെയ്യപ്പെടും. ഇനി T2G ഓർബിറ്റലില് XY പ്ലെയിനില് ഇലക്ട്രോൺ ഡെൻസിറ്റി കാണപ്പെടുക dxy ആണ്. അപ്പൊ ആ dxy എനർജി കൂടും, ബാക്കിയുള്ളതിന് എനർജി എന്ത് ചെയ്യും, കുറയും. dz² XY പ്ലെയിനില് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. അതായത് നമുക്കറിയാം dz² എന്ന് പറഞ്ഞ ഓർബിറ്റൽ ആക്ച്വലി എങ്ങനെയാണ്, ഇങ്ങനെയാണ് ഇലക്ട്രോണിനെ കാണുക. അതിനു ചുറ്റുമായിട്ട് ഒരു എന്താണ്, ഒരു ലോബ്, അതായത് ഒരു കോളർ എന്ന് പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട് അല്ലെ. ഈ XY പ്ലെയിനിൽ ഈ കോളർ ഉള്ളത് കൊണ്ട് dz² എനർജി ഒരു അല്പം കൂടുതലായിരിക്കും. അപ്പോ നമുക്ക് ഇവിടെ എനർജി ഓർഡർ പറയാൻ പറ്റുക എങ്ങനെയാണ്, dxy എന്ന് പറയുന്നതിനും dyz എന്ന് പറയുന്നതിനും ഒരേ എനർജിയാണ്. അതിനേക്കാളും എനർജി കൂടുതലാണ് ആർക്ക്, dz². അതിലും എനർജി കൂടുതലാണ് ആർക്ക്, dxyക്ക്. അതിലും എനർജി കൂടുതലാണ് ആർക്ക്, dx² - y². ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, ഈ പറയുന്ന സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സുകളുടെ കേസിൽ നമ്മൾ സ്പ്ലിറ്റിംഗ് പാറ്റേൺ പറഞ്ഞു വെക്കുക. അപ്പൊ നിങ്ങൾ ഈ സ്പ്ലിറ്റിംഗ് പാറ്റേൺ മാത്രം എന്ന് അറിഞ്ഞിരിക്കണം. ചോദിക്കാറുണ്ട് സാധാരണ, വാട്ട് ഈസ് എ സ്പ്ലിറ്റിംഗ് പാറ്റേൺ ഇൻ സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സസ്. സോ ദിസ് ഈസ് എ സ്പ്ലിറ്റിംഗ് പാറ്റേൺ ഓഫ് സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സസ്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾക്ക്, ഇപ്പൊ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ കൂടാതെ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി യൂസ് ചെയ്യുക. ഒന്ന്, നമ്മുടെ കോംപ്ലക്സുകളുടെ കളർ. നമുക്കറിയാം BB തിയറി ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നൊരു കാര്യമാണ് കോംപ്ലക്സുകളുടെ കളറേഷൻ എന്നുള്ളത് അല്ലെ. അപ്പൊ ആ കോംപ്ലക്സുകളുടെ കളർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഉപയോഗിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നിങ്ങളുടെ കയ്യിൽ കോംപ്ലക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോ D1 സിസ്റ്റം ഉള്ള ഒരു കോംപ്ലക്സ് ആണ് എന്ന് വിചാരിക്കാം. D1 സിസ്റ്റം എന്ന് പറയുമ്പോൾ D ഓർബിറ്റലില് ഒരു ഇലക്ട്രോൺ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്കാൻഡിയം 2+ ഒരു കോംപ്ലക്സ് ആണ് എന്നുണ്ടെങ്കിൽ D1 സിസ്റ്റം ആണ്. D ഓർബിറ്റലില് ഒരു കോംപ്ലക്സ്, ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഇനി ഈ ഇലക്ട്രോൺ എങ്ങനെയാണ് കളർ പ്രൊഡ്യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കോംപ്ലക്സിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ, അതായത് hν എമൗണ്ട് ഓഫ് എനർജി വന്ന് വീഴുമ്പോൾ, സിൻസ് ഈ T2G ഓർബിറ്റലും EG ഓർബിറ്റലും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ΔO എന്ന് പറയുമെങ്കിൽ പോലും ആ എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. അപ്പോ ഈ ലൈറ്റിന്റെ പ്രസൻസിൽ നമ്മുടെ വിസിബിൾ റീജിയനിൽ നിന്ന് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഈ D ഇലക്ട്രോണിന്, ദിസ് ഇസ് എ D ഇലക്ട്രോൺ അല്ലെ, ഈ D ഇലക്ട്രോൺ എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ T2G ഓർബിറ്റലിൽ നിന്ന് EG ഓർബിറ്റലിലേക്ക് ജമ്പ് ചെയ്യാം. നമ്മൾ പറയും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അത് T2G ഓർബിറ്റലാണ് ഇരിക്കുക. ലൈറ്റ് വന്ന് വീഴുമ്പോൾ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ EG ഓർബിറ്റലിലേക്ക് ജമ്പ് ചെയ്യുന്നു. ആൻഡ് ഈ ഹയർ എനർജി ലെവലിൽ ഈ ഇലക്ട്രോൺ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സ്റ്റേബിൾ അല്ല. സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഡീഎക്സൈറ്റേഷൻ നടക്കും. അങ്ങനെ ഡീഎക്സൈറ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം എനർജിയാണോ ഇത് അബ്സോർബ് ചെയ്തത് അത്രയും എമൗണ്ട് ഓഫ് എനർജി എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇത് ലീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോ ഈ പറയുന്ന DD ട്രാൻസിഷൻ അല്ലെ,
DD ട്രാൻസിഷൻ നടക്കുന്നു ഇൻ പ്രസൻസ് ഓഫ് വിസിബിൾ റീജിയൻ എന്നുള്ളത് കൊണ്ട് DD ട്രാൻസിഷൻ മൂലം അത് ഒരു ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് ഒരു കളറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്, റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ കോംപ്ലക്സുകൾ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സുകളുടെ കേസിൽ എന്ത് പറഞ്ഞു വെക്കുക? കളർ പ്രൊഡക്ഷൻ പറഞ്ഞു വെക്കുക. അതായത് DD ട്രാൻസിഷൻ പോസിബിൾ ആയിട്ടുള്ള കേസിൽ T2Gയിൽ നിന്ന് EGയിലേക്കും തിരിച്ചും ഡീഎക്സൈറ്റേഷൻ ആൻഡ് എക്സൈറ്റേഷൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അതുമൂലം കോംപ്ലക്സുകൾ എന്ത് കാണിക്കാം? ഈ പറഞ്ഞതുപോലെ കളർ പ്രൊഡ്യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോംപ്ലക്സ് D0 സിസ്റ്റം ആയിരുന്നു എന്ന് വിചാരിക്കാം. D0 മീൻസ് ഇലക്ട്രോൺസ് ഇല്ല, ഡി ഇലക്ട്രോൺസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ കോംപ്ലക്സുകൾ കളർ കാണിക്കുമോ? ഇല്ല. സോ വിച്ച് മീൻസ് നമുക്ക് പറയാൻ പറ്റും D0 സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ അത് ഇതിനുള്ള പോസിബിലിറ്റി ഉണ്ട്, കളർലെസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ബിക്കോസ് ഒരു DD ട്രാൻസിഷൻ പോസിബിൾ അല്ല. അതുപോലെ മറ്റൊരു കേസാണ് ഇപ്പൊ നമ്മൾ D10 സിസ്റ്റം ആയിരുന്നു എന്ന് വിചാരിക്കുക. D10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? T2Gയിലും അതുപോലെ തന്നെ EGയിലും എന്തുണ്ട്? ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അല്ലെ? അതല്ലേ നമ്മൾ ഈ പറഞ്ഞതുപോലെ D10 സിസ്റ്റം പറയാം. ദാറ്റ് ഈസ് T2G6 EG4, അതിനെയാണ് നമ്മൾ D10 സിസ്റ്റം എന്ന് പറയുക. ഇവിടെ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ ആൻഡ് ഡി എക്സൈറ്റേഷൻ പോസിബിൾ ആണോ? അല്ല. കാരണം ഹയർ എനർജി ലെവലിൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റുക? ജമ്പ് ചെയ്യാൻ പറ്റുക. ഇവിടെ രണ്ട് ഓർബിറ്റൽസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ അവിടെ ഇലക്ട്രോണിക് ജമ്പിങ് എന്ന് പറയുന്നത് എന്തല്ല? പോസിബിൾ അല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ D10 സിസ്റ്റവും എന്തിനുള്ള പോസിബിലിറ്റി ആണ്? കളർലെസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, എന്താണ്? DD ട്രാൻസിഷൻ പോസിബിൾ ആയിട്ടുള്ള കോംപ്ലക്സസിൽ എന്ത് ചെയ്യാം? അവയുടെ കളർ നമുക്ക് എന്തുപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന DD ട്രാൻസിഷൻ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ? ഇനി നമ്മൾ അടുത്തൊരു അഡ്വാൻറ്റേജ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ കേസിൽ പറഞ്ഞു വെക്കുക, കോംപ്ലക്സുകളുടെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. കോംപ്ലക്സുകളുടെ സ്റ്റെബിലിറ്റി, അതായത് ഒരു കോംപ്ലക്സ് എന്തുകൊണ്ട് സ്റ്റേബിൾ ആവുന്നു എന്നുള്ളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഉപയോഗിക്കാറുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, NCERT-ലുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം അത് സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് ഫോം ചെയ്യാം. അതായത് ഇപ്പൊ ആദ്യം M എന്ന് പറഞ്ഞ മെറ്റലിലേക്ക് ഒരു ലിഗാൻഡ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു, ML എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്നു. അതിന്റെ സ്റ്റെപ്പ് വൈസ് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് K1 ആണെന്നിരിക്കട്ടെ. പിന്നെ ആ ML-ലേക്ക് വീണ്ടും അടുത്തൊരു ലിഗാൻഡ് അറ്റാച്ച് ചെയ്യുന്നു, അത് ML2 ആയിട്ട് മാറുന്നു. ദെൻ അതിലേക്ക് വീണ്ടും ഒരു ലിഗാൻഡ് അറ്റാച്ച് ചെയ്യുന്നു, അത് ML3 ആയിട്ട് മാറുന്നു. വീണ്ടും ഒരു ലിഗാൻഡ് അറ്റാച്ച് ചെയ്യുന്നത് ML4 ആയിട്ട് മാറുന്നു. ആൻഡ് ഈ പറയുന്ന M എന്ന് പറയുന്ന മെറ്റല് 4 ലിഗാൻഡുകളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ML4 ആയിട്ട് മാറുന്ന ഈ ഒരു ഓവറോൾ ഫോർമേഷൻ, ആ ഓവറോൾ കോംപ്ലക്സ് ഫോർമേഷൻ, അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് K എന്ന് പറയുന്നത് നമ്മൾ പറയും എന്താണ്? ഈ ഓരോ സ്റ്റെപ്പ് വൈസ് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റുകളുടെയും കൂടിയുള്ള പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു വെക്കും. അതായത് K is equal നമുക്ക് പറയാം ഇവിടെ ഇപ്പോ എന്താണ്? K1 into K2 into K3 into K4 എന്ന് പറയാം. സോ ഇങ്ങനെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് കൂടുതലാണെങ്കിൽ, അതായത് ഒരു കോംപ്ലക്സിന്റെ കേസിൽ അതിന്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ്, ഫോർമേഷൻ കോൺസ്റ്റന്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, K വാല്യൂ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് പറയാൻ പറ്റും? ആ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട്, അല്ലെങ്കിൽ ആ കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെ കോംപ്ലക്സുകളുടെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതും എന്തുപയോഗിച്ച് തന്നെയാണ്? ഈ പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഉപയോഗിച്ച് തന്നെയാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയ കാര്യം കൂടി പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് MO തിയറി എന്നുള്ളത്. സോ MO തിയറി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ചില ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു തിയറിയാണ്. ദാറ്റ് ഈസ് വാട്ട് യു കോൾ MO തിയറി, അല്ലെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്നുള്ളത്. കാരണം എന്തിനാണ് നമ്മൾ MO തിയറിയിലേക്ക് പ്രധാനമായിട്ട് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുക, ദാറ്റ് ഈസ് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ നിക്കൽ ടെട്രാ കാർബണിൽ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് സ്റ്റേബിൾ ആണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഈ നിക്കൽ ടെട്രാ കാർബണിൽ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്, അല്ലെ? അപ്പൊ ഈ മെറ്റൽ കാർബണിൽസിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഒരിക്കലും ഈ പറയുന്ന നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ മെറ്റൽ കാർബണിൽസിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് മെറ്റൽ കാർബണിൽസ് ബോണ്ട് ഫോം ചെയ്യുന്നു,
എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, വി കോൾ ഇറ്റ് ആസ് MO തിയറി പറഞ്ഞു വെക്കുക. നിങ്ങൾക്ക് NCERT ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കാനുള്ളത് മെറ്റൽ കാർബണൽസിന്റെ ബാക്ക് ബോണ്ടിങ് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് മാത്രമാണ് നമുക്ക് MO തിയറിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, വാട്ട് യു മീൻ ബൈ ബാക്ക് ബോണ്ടിങ് എന്നുള്ളത്. അത് വേറൊന്നുമല്ല, നമ്മളിപ്പോ സേ ഒരു മെറ്റൽ കാർബണിൽ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിക്കൽ ടെട്രാ കാർബണിൽ പോലെ ഒരു മെറ്റൽ കാർബണിൽ എടുത്തു എന്ന് വിചാരിക്കാം. സോ ദിസ് ഇസ് എ മെറ്റൽ, ദിസ് ഇസ് എ കാർബണിൽ ലിഗാൻഡ്. കാർബണിൽ എന്ന് പറയുന്ന ഒരു മോളിക്കുലാർ ഓർബിറ്റൽസ് ഉള്ള ഒരു മോളിക്യൂൾ ആണ് അല്ലെ. ആദ്യം കാർബൺ ഈ കാർബണിന്റെ കയ്യിലുള്ള ഇലക്ട്രോൺസിനെ ഈ മെറ്റലിന്റെ ഡി ഓർബിറ്റലിലേക്ക് കൊടുത്തുകൊണ്ട് ആദ്യം ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഫൈൻ. അതായത് ഈ പറഞ്ഞ മെറ്റലും അതുപോലെ തന്നെ നമ്മുടെ സിഒയും തമ്മിൽ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പൊ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മെറ്റലിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും അല്ലെ. മെറ്റലിന്റെ കയ്യിലുള്ള ഇലക്ട്രോൺസും ഈ വരുന്ന ഇലക്ട്രോണും തമ്മിൽ റിപ്പൽ ചെയ്യും. അതൊരു ഡീസ്റ്റെബിലൈസിങ് ഫാക്ടറാണ്. അതിനെ സ്റ്റെബിലൈസ് ചെയ്യിക്കാനായിട്ട് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെറ്റലിന്റെ കയ്യിൽ empty d ഓർബിറ്റൽസ് ഉണ്ട്. അതായത് ദിസ് ഇസ് വാട്ട് യു കോൾ മെറ്റലിന്റെ കയ്യിലുള്ള empty d ഓർബിറ്റലാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുക. ഈ empty d ഓർബിറ്റലും നമ്മുടെ CO എന്ന് പറയുന്ന ലിഗാൻഡില്, അതൊരു മോളിക്യൂൾ ആണ്. സോ അതില് പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ മെറ്റലിന്റെ ഫിൽഡ് ആയിട്ടുള്ള empty d ഓർബിറ്റലിൽ നിന്ന്, ദിസ് ഇസ് വാട്ട് യു കോൾ ഫിൽഡ് empty d ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഈ പറയുന്ന അതായത് ഡി ഓർബിറ്റലിൽ നിന്ന്, അതായത് ഈ പറഞ്ഞതുപോലെ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള മെറ്റലിന്റെ ഡി ഓർബിറ്റലിൽ നിന്ന് ഈ empty ആയിട്ടുള്ള പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിന് മെറ്റൽ ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. കൂടാതെ ഈ സിഗ്മ ബോണ്ടിനെ സ്റ്റെബിലൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മെറ്റലിന്റെ ഡി ഓർബിറ്റലിൽ നിന്ന് പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ ഓഫ് കാർബണിൽ അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിന്റെ ഒരു ഡൊണേഷൻ ഉണ്ടാവും. സോ ഈ ഒരു ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു പൈ ടൈപ്പ് ഇന്ററാക്ഷൻ ആണ്. അതായത് മെറ്റലിന്റെ ഡി ഓർബിറ്റലിൽ നിന്ന് ഈ കാർബൺ മോണോക്സൈഡിന്റെ പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു. ഇതൊരു പൈ ടൈപ്പ് ഇന്ററാക്ഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഓക്കെ, അതായത് ഇവിടെ ഉണ്ടാകുന്ന എന്താണെന്ന്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പൈ ബോണ്ട് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോർമേഷനും ഉണ്ട്, അതിനെ സ്റ്റെബിലൈസ് ചെയ്യിക്കാൻ എന്തുണ്ട്, ഒരു പൈ ബോണ്ട് ഫോർമേഷനും ഉണ്ട്. സോ ഇത് രണ്ടും കൂടിയുള്ള ഒരു സിനർജിക് ഇഫക്റ്റ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുക, ഈ കോംപ്ലക്സുകളെ സ്റ്റെബിലൈസ് ചെയ്യുക. സോ ഈ ഒരു ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, വി കോൾ ഇറ്റ് ആസ് ബാക്ക് ബോണ്ടിങ് എന്ന് പറഞ്ഞു വെക്കുക. ഈ ബാക്ക് ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് MO തിയറി ആണ്. സോ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റൽ കാർബണൽസിന്റെ സ്റ്റെബിലൈസേഷനെ കുറിച്ച് പറഞ്ഞു വെക്കുക. ക്ലിയർ ആണോ? ഇത്രയുമാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ കേസിൽ തിയറി പാർട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.